ആദ്യം കേരളത്തിൽ നിന്ന് പോകുമ്പോഴേ നാട് മിസ് ചെയ്യുകയാണോ ചെയ്തത്, പുതിയ നാടിലേക്ക് സ്വയം ചെന്ന് ചേരുകയാണോ ചെയ്തത്? ഞാൻ എപ്പോഴും ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു, പുറത്തേക്ക് നോക്കുന്ന ആളായിരുന്നു. പുറത്തേക്ക് നോക്കി ആദ്യം ഗുജറാത്തിൽ പോയി, ഗുജറാത്തിൽ ഏതാണ്ട് ഒരു കൊല്ലം, പിന്നെ അവിടുന്ന് വന്നു ഭീലായിരുന്നു, ഇന്നത്തെ ഛത്തീസ്ഗഡ്. ഭീലായ് പ്രോജക്റ്റ് ഛത്തീസ്ഗഡിലാണ്. അവിടെ പോയി ഒരു കൊല്ലം. പിന്നെയും ബോംബെയിൽ ഇടയ്ക്കിടയ്ക്ക് ബോംബെക്ക് വരും, കാരണം ബോംബെയിൽ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, ബ്രദറും ഉണ്ടായിരുന്നു, അച്ഛൻ പോന്നെങ്കിലും. അപ്പോൾ ബോംബെ എനിക്കൊരു നിങ്ങളുടെ കുടുംബത്തിനൊരു ഇടത്താവളമായിരുന്നു. അപ്പോൾ എല്ലായിടത്തും പോകുമ്പോഴൊക്കെ പോവാൻ വരിക. എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു സ്ഥലത്തും. അങ്ങനെ ഒരു പ്രോബ്ലം മനസ്സിൽ വെച്ചുകൊണ്ടല്ല ഞാൻ പോവാറ്. അപ്പോൾ വിഷമം ഉണ്ടാവും, ഭാഷ അറിയില്ല. അപ്പോൾ ആദ്യം ഗുജറാത്തിൽ പോയി ലാൻഡ് ചെയ്തപ്പോൾ ഭാഷയില്ല, ഹിന്ദിയും കുറേശ്ശൊക്കെ അറിയുള്ളൂ. പക്ഷേ ഈ അത് അവിടുത്തെ എല്ലാം വളരെ സുഖമാണ്. ഗുജറാത്ത് വളരെ നല്ല മനുഷ്യരാണ്. നമ്മൾ ആളോട് വഴി ചോദിച്ചാൽ അത് കൂടെ വന്ന് നടി കാണിച്ചു തരും. നല്ല എല്ലായിടത്തും നല്ല മനുഷ്യർ തന്നെ, ആർക്കും ചീത്ത മനുഷ്യരൊന്നുമില്ല. അങ്ങേറ്റത്ത് ആസാമും നാഗാലാൻഡും. ആസാമിൽ കുറെ ഉണ്ടായിരുന്നു അല്ലേ? ആസാമിലായിരുന്നല്ലോ, നോർത്ത് ഈസ്റ്റിലായിരുന്നു കുറെ കൊല്ലം. ആസാം, അരുണാചൽ, നാഗാലാൻഡ്, ആർമിയിൽ 4 വർഷം ഉണ്ടായിരുന്നേ. അവിടുത്തെ ആ സമയത്ത് നമ്മുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു? എന്തായിരുന്നു ജോലി? എന്തായിരുന്നു ആർമിയിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്തിരുന്നത്? ആർമിക്ക് മുമ്പ് ഞാൻ 2 കൊല്ലം ബോർഡർ റോഡ്സ് ഉണ്ടായിരുന്നു. അതും ഒരു സെമി മിലിറ്ററി സർവീസായിരുന്നു. മിലിറ്ററി പോലെ തന്നെ റാങ്കും യൂണിഫോമൊക്കെ ആയിട്ട് അത് 2 കൊല്ലം. അതും കോൺട്രാക്ട്. പിന്നെ വന്നതിന് ശേഷം പിന്നെയാണ് ഞാൻ ആർമിയിലേക്ക് പോയത്. അപ്പോഴും അരുണാചലിൽ ബോർഡർ റോഡ്സ് ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. അപ്പോഴും ചൈന അറ്റാക്ക് ചെയ്ത സമയത്തായിരുന്നു അത്. അവിടെ നിന്ന് പോകുന്നതിന് ഒരുമിച്ച് അല്ലേ, പോകുന്നതിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. 62 എത്ര കൊല്ലായി? 40. എങ്ങനെയാണ് ഓർമ്മയിൽ നിൽക്കുന്നത് ഇപ്പോൾ? ആർമി അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ 4 കൊല്ലം. ആർമിയിൽ ചേർന്നതിന് ശേഷവും ഞാൻ ആദ്യത്തെ പോസ്റ്റിംഗ് അവിടേക്ക് തന്നെയായിരുന്നു, നൈഫയിലേക്ക്. പിന്നെ വന്നു ലക്നൗവിൽ വന്നു, പിന്നെ നാഗാലാൻഡിൽ വന്നു. ഈ അറ്റാക്കിന്റെ സമയത്ത് പോന്നു ഓടുന്നു. അല്ല, ആ സംഭവങ്ങൾ എങ്ങനെയാ ഓർമ്മയിൽ നിൽക്കുന്നതെന്ന് ചോദിക്കാം. ഓടി പോന്നു, എല്ലാം കിട്ടുന്നൊക്കെ പെരക്കി ഞങ്ങൾ പോന്നു, ഓടി പോന്നു. ഞങ്ങളുടെ റേസിംഗ് സെൻറ്റർ റൂട്ട്കി ആയിരുന്നു UP-യിൽ. അവിടേക്ക് വന്നു. അന്ന് അവിടുത്തെ ട്രെയിൻ ഒക്കെ കയറി ഒരു 10 ദിവസമൊക്കെ എടുത്തു. അവിടുന്ന് എവിടേക്കാണ് പോണേന്ന് ഡ്രൈവർക്ക് പോലും അറിയില്ല. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയായിരുന്നു. അവിടുന്ന് ദിബ്രൂഗഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് കയറി റൂട്ട്കി എത്തുന്നവരെ ഇവിടെ വന്നു. എനിവേ നമുക്ക് രാജ്യത്ത് ഈ ആക്സെപ്റ്റ് കോപ്പറേഷൻ വളരെ, എവിടെ ചെന്നാലും നമുക്കൊരു റെസിസ്റ്റൻസ് അല്ല, സൗഹാർദ്ദമാണ് കാണുന്നത്. അപ്പോൾ നെയ്ഫ എന്ന് പറയുന്ന, നെയ്ഫയാണ് അന്ന് അതിന് പേര്, ഇപ്പോഴത്തെ അരുണാചൽ. അവിടെ 4-5 ട്രൈബ്സ് ഉണ്ട്. കാമേങ്, സുബൻസരി, സിയാങ് ആൻഡ് മലോങ്, 4 ഡിവിഷൻസ്. ട്രൈബൽസൊക്കെ ജോലിയിലുണ്ടായിരുന്നു കുറച്ച് പേര്. ഇൻട്രാക്ഷൻ വളരെ സുഖമായിരുന്നു എവിടെയും. ചൈന ക്ലെയിം ചെയ്തിട്ടാണല്ലോ മുഴുവൻ. ചൈന ക്ലെയിം ചെയ്ത് ഇപ്പോഴും അവർ പറയുന്ന അവരുടെയാണെന്ന്. പിന്നെ ഞങ്ങൾ 2 ആഴ്ച
അക്കാഡമിയിൽ നിന്ന് ഞാൻ ചൈനയിൽ പോയിണ്ടായി, സാഹിത്യ അക്കാഡമിയിൽ. 2 ആഴ്ചത്തെ ഇവിടുത്തെ ഒരു ഡെലിഗേഷനും അവിടുത്തെ ഒരു ഡെലിഗേഷനും കൂടെ വരും. അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ വളരെ നല്ലതാണ് നമ്മളുടെ സിസ്റ്റം. അവിടുത്തെ തനി സ്ലേവ് റണ്ണിങ് സ്റ്റേറ്റ്, ഒരു നമുക്കുള്ള ഒരു പുറത്തിറങ്ങി നടക്കുക, ഫ്രീഡം, എവിടെയൊക്കെ യാത്ര ചെയ്യാൻ. ചൈനയിൽ ഇപ്പോഴത്തെ അറിഞ്ഞൂടെ, അന്ന് ചൈനയിൽ ഒരു സിറ്റിയിലേക്ക്, ബെയ്ജിങ്ങിലേക്ക്, അന്ന് പിക്കിംഗ് എന്നാണ് പറയുക, അവിടേക്ക് ഒരു വരണമെങ്കിൽ പെർമിഷൻ വിസയൊക്കെ എടുത്ത് വേണം. അല്ലാതെ ഫ്രീ മൂവ്മെൻ്റ് ഇല്ലായിരുന്നു ത്രൂ ഔട്ട് ചൈന. ഇപ്പോഴുണ്ടോയെന്ന് അറിഞ്ഞൂടാ. സിറ്റി ട്രെയിനൊക്കെ ഉണ്ട്, ഞങ്ങൾ ട്രെയിനിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തു. എല്ലായിടത്തും നമുക്ക് കാണുമ്പോൾ എന്തോ ഒരു പേടിപ്പിക്കുന്ന സിസ്റ്റമാണ്. ആളുകളും അതുപോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന വെറും മിനിയൻസ് പോലെ. ഒരാൾക്ക് ഇഷ്ടം പോലെ യാത്ര ചെയ്യാൻ പറ്റില്ലെങ്കിൽ തന്നെ പിന്നെ അവിടെ നിന്ന് ഓരോ സ്ഥലത്തും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയിൽ നിൽക്കണം. എവ്രി വൺ ഈസ് സപ്പോസ് ടു ബി ഒരു ആർമി പോലെ. പോയ സ്ഥലത്തൊക്കെയും കണ്ടു ആ ഒരു നമ്മൾ അവർ തന്നെ പറഞ്ഞു. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ഇൻ്റർപ്രറ്ററും ഒരു ഓഫീസറും ഉണ്ടാവും ഞങ്ങളുടെ കൂടെ പോകുന്നിടത്തൊക്കെ. അവരാണ് ഞങ്ങളെ കൊണ്ടുപോകുക. അവർ തന്നെ ആദ്യം പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പാടില്ല. ശരി. എൻ്റെ കമാൻഡ് തമാശയായിട്ട് പറഞ്ഞു, ഐ ആം യുവർ കമാൻഡർ, ഈസ് നോട്ട് ഇന്ത്യ, ദിസ് ഈസ് ചൈന, ദിസ് ഈസ് നോ ഡെമോക്രസി ഹിയർ, no democracy here. If you move about and if you are lost, no one can save you. ആർമിയിലുണ്ടായിരുന്ന സമയത്തും അല്ലാണ്ടും ഒക്കെ ബോർഡർ റോഡുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. സാറിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻസ് അല്ലേ, നിർമ്മാണങ്ങൾ, എടുപ്പുകളുടെ നിർമ്മിതികളെ കുറിച്ചൊക്കെ. ജൈവ മനുഷ്യനിൽ കോട്ടകളും ഗുഹകളും എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ ഉണ്ട്. ഗുഹകളുടെ ഉണ്ടാക്കുമ്പോഴുള്ള ഒരു ഏകാന്തതയെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. കോട്ടകൾ ഉണ്ടാക്കുമ്പോഴുള്ള ഭയത്തെ പറ്റി പറയുന്നുണ്ട്. ഡിഫറൻസ് സിസ്റ്റം. അത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഒരുപാട് കോട്ടകൾ കാണും. കോട്ടകളിൽ ഒരു സൈക്കോളജി വേറെയാണ്, ഒരു പേടി. അതായത് രാജാവ് ഒരു കോട്ട പണിയണെ തന്നെത്താൻ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ക്യാപിറ്റലിൻ്റെ ചുറ്റും. അത് ഇന്ത്യയിൽ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം എവിടെ കോട്ടകളുണ്ട്. അതിലൊക്കെ പുറത്തേക്ക് തോക്കിന് ഇരിക്കുള്ള ഗുഹകൾ. അജന്ത എല്ലോറേക്കോ പോയിട്ടില്ലേ? ആ കേസിൽ കാടിൻ്റെ നടുവിലാണ്. ഇന്ന് തന്നെയാണ് ആയിരുന്നു. ഞാൻ മൂടിപ്പോയിരുന്നല്ലോ കുറെ കാലം അല്ലേ? പറയാൻ ഇല്ലല്ലോ. ഒന്ന് ഇതൊക്കെ പണിത് ബുദ്ധിസ്റ്റ് BC 2nd സെഞ്ച്വറി തൊട്ട് 4th സെഞ്ച്വറി വരെയുള്ള പീരീഡിലാണ് അധികം ആ കേസൊക്കെ ഉണ്ടാക്കിയത്. അന്നത്തെ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? കാട്, പുലി, അതിൻ്റെ ഉള്ളിലിരുന്ന് മനുഷ്യർ ഇത് കൊത്തി തുറന്ന് ഉണ്ടാക്കിയത് എന്തിന്? ഇപ്പോഴും ഒരു ആൻസർ ഇല്ല. ബുദ്ധിസ്റ്റാണ് അധികം.